ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഗീതാ ഗോവിന്ദത്തിൻ്റെ നാളത്തെ അടിപൊളി പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗീതുവിൻ്റെയും രേഖയുടെ വിശേഷങ്ങൾ അറിഞ്ഞ് അറക്കൽ കുടുംബത്തിൽ എല്ലാവർക്കും സന്തോഷമാവുകയാണ് കേട്ടോ. അപ്പോൾ ആ സന്തോഷത്തിൻ്റെ ഇടയിൽ നമ്മുടെ രേഖ വരുണിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ വരുൺ രേഖയോട് പറയുകയാണ്, നിന്നെയും നിൻ്റെ വയറ്റിൽ വളർന്ന ഈ കുഞ്ഞിനെയും ഞാൻ സ്നേഹിക്കുന്നില്ല. എനിക്ക് നിങ്ങളെ രണ്ടുപേരും സ്നേഹിക്കാൻ പറ്റില്ല. നീ ഈ കുട്ടിയെ കൊണ്ടുപോയി കളയണം. ഈ കുഞ്ഞ് നമുക്ക് വേണ്ടാന്ന് രേഖയോട് പറയുകയാണ് കേട്ടോ. അപ്പോൾ രേഖ കരഞ്ഞുകൊണ്ട് പറയണ്ടേ, എങ്ങനെ വരുണേട്ടാ ഇങ്ങനെ പറയാൻ തോന്നുന്നത്? ഇത് വരുണേട്ടൻ്റെ രക്തമല്ലേ, ഈ രക്തത്തെ കൊണ്ട് നശിപ്പിക്കാൻ പറയാൻ വരുണേട്ടന് എങ്ങനെ കഴിഞ്ഞു? ഒരു മനുഷ്യ ജീവനല്ലേ വരുണേട്ടൻ എൻ്റെ വയറ്റിൽ വളരുന്നതെന്നൊക്കെ നമ്മുടെ രേഖ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രേഖയോട് വഴുക്കൂട്ടി നമ്മുടെ വരുൺ വെളിയിലേക്ക് ചെല്ലുമ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് നമ്മുടെ രാധിക വെളിയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. രാധിക അപ്പോൾ വരുണിനോട് പറയും, നീ രേഖേനെ കുട്ടിയെയും കൊണ്ട് ഈ വീട്ടിൽ നിന്നും വേണ്ടാന്ന് ഇറക്കി വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിൻ്റെ സ്ഥാനവും ഈ വീട്ടിൽ നിന്ന് വെളിയിലായിരിക്കും. ഈ കുഞ്ഞുള്ളതുകൊണ്ട് മാത്രമാണ് ഗോവിന്ദ് നിന്നെ ഈ വീട്ടിൽ പിടിച്ച് നിർത്തിയിരിക്കുന്നത്. ഇല്ലെങ്കിൽ പണ്ടേ നിന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടേണ്. അതുകൊണ്ട് കുഞ്ഞിനെ നശിപ്പിക്കുക എന്നുള്ള വിചാരം നിനക്കുണ്ടെങ്കിൽ അതൊക്കെ മനസ്സിൽ നിന്ന് കളയാൻ വരുണിനോട് പറയുകയാണ് കേട്ടോ രാധിക. ഈ സമയത്താണ് നമ്മുടെ രേഖയും ഗീതും കൂടി രാധികമ്മേനെ അവിടെ വന്ന് വട്ടം കറക്കുകയാണ് കേട്ടോ. ഒരാൾക്ക് ഇവിടെ ഛർദ്ദിക്കുമ്പോൾ ഒരാൾ അവിടെ ഛർദ്ദിക്കും. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, രണ്ടുപേരെയും സൂക്ഷിക്കേണ്ട കടമ രാധികാമ്മയ്ക്കാണ്. അപ്പോൾ രണ്ടുപേരുടെയും പുറമൊക്കെ ഒഴിഞ്ഞു കൊടുക്കാൻ നമ്മുടെ ഗോവിന്ദ് രാധികയോട് പറയുകയാണ് കേട്ടോ. രാധികയ്ക്കുള്ള ചെറിയ ചെറിയ പണികൾ നമ്മുടെ ഗീതുവും രേഖയും കൂടിയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല്.